ഹായ് ഇസ്മി ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യൂ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കാൻ എനിത്തിങ് അപ്പോൾ ലൈവ് ഫസ്റ്റ് കോമാണ് ഓൾവേസ് പോസിറ്റീവായി. അപ്പോൾ നമ്മളൊന്ന് നോക്കുന്നത് കേരള ഹൈക്കോടതി സ്പെഷ്യാലിറ്റീസ്, കേരള ഹൈക്കോടതിയുടെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളൊന്ന് നോക്കുന്നത്. കേരള ഹൈക്കോടതി ലക്ഷദ്വീപിൻ്റെയും അതോടൊപ്പം കേരള സംസ്ഥാനത്തിൻ്റെയും പരമോന്നത കോടതിയാണ് കേരള ഹൈക്കോടതി എന്നത്. അതായത് കേരള സംസ്ഥാനത്തിൻ്റെയും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിൻ്റെയും പരമോന്നത കോടതിയാണ് കേരള ഹൈക്കോടതി. എറണാകുളത്താണ് സ്ഥിതി ചെയ്യുന്നത്. എറണാകുളത്തെ മറൈൻ ഡ്രൈവിന് സമീപമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. മറൈൻ ഡ്രൈവിൽ നിന്നും ഏകദേശം 1.3 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരമെന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 223 പ്രകാരമാണ് ഹൈക്കോടതി പ്രവർത്തിക്കുന്നത്. ഇവിടുത്തെ ജഡ്ജിമാരുടെ എണ്ണം എന്ന് പറയുന്നത് 35ആണ്. അതായത് ചീഫ് ജസ്റ്റിസും അതോടൊപ്പം 12 അഡീഷണൽ ജഡ്ജിമാരും അടക്കം 35 ജഡ്ജിമാരാണ് ഇവിടെയുള്ളത്. ജഡ്ജിമാരുടെ പരമാവധി കാലാവധി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പരമാവധി കാലാവധി എന്ന് പറയുന്നത് 62 വയസ്സാണ്. ജഡ്ജിമാരുടെ പരമാവധി കാലാവധി എന്ന് പറയുന്നത് നിർബന്ധിത വിരമിക്കൽ 62-ാം വയസ്സിൽ. കേരള ഹൈക്കോടതി മറൈൻ ഡ്രൈവിലാണ് സ്ഥിതി ചെയ്യുന്നത്, മറൈൻ ഡ്രൈവിന് സമീപം. ഇതിൻ്റെ ചരിത്രം നോക്കുമ്പോൾ 1956 നവംബർ 1-നാണ് ഇത് സ്ഥാപിച്ചത്. അന്ന് തന്നെയാണ് കേരള സംസ്ഥാനം രൂപീകരിച്ചതും. പിന്നീട് 1994 പുതിയ കെട്ടിടത്തിന് തറക്കല്ലിടുന്നു. 1994 പുതിയ കെട്ടിടത്തിന് തറക്കല്ലിട്ടു. അന്നത്തെ ജസ്റ്റിസായിരുന്ന MN വെങ്കടാചലത്തിൻ്റെ നേതൃത്വത്തിലാണ് തറക്കല്ലിട്ടത്. പിന്നീട് 2005 പണി പൂർത്തിയാവുന്നു. 2006 ഫെബ്രുവരി 11-ന് ഉദ്ഘാടനം ചെയ്യുന്നു കേരള ഹൈക്കോടതി. കേരളത്തിലെ കോടതികളുടെ ചരിത്രം നോക്കുമ്പോൾ 1800-കളിൽ, അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ 1811, 1814 ആ വർഷങ്ങളിലാണ് കേരളത്തിൽ കോടതികൾ സ്ഥാപിക്കുന്നത്. ജില്ലാ കോടതിയും അതോടൊപ്പം ഹുസൂർ കോടതിയുമാണ് കേരളത്തിൽ സ്ഥാപിച്ചത്. 5 ജില്ലാ കോടതികൾ 1811 സ്ഥാപിക്കുന്നു. 5 ജില്ലാ കോടതികൾ എന്ന് പറയുമ്പോൾ വൈക്കം, മാവേലിക്കര, പത്മനാഭപുരം, തിരുവനന്തപുരം, ആലുവ എന്നിവിടങ്ങളിലാണ് 5 ജില്ലാ കോടതികൾ സ്ഥാപിച്ചത്. പിന്നീട് 1814 ഒരു ഹുസൂർ കോടതി സ്ഥാപിച്ചു. 1861 വരെ ഹുസൂർ കോടതിയായിരുന്നു. പിന്നീട് അത് സദാർ കോടതി എന്നാക്കി. സദാർ കോടതി എന്ന് പറയുന്നത് ഇന്നത്തെ ഹൈക്കോടതിക്ക് തുല്യമായ ഒരു കോടതിയായിരുന്നു സദാർ കോടതി എന്നത് 1861. പിന്നീട് 1881 വരെ അത് തുടർന്നു, സദാർ കോടതി തുടർന്നു. പിന്നീട് 1887 തിരുവിതാംകൂർ ഹൈക്കോടതി സ്ഥാപിച്ചു. 1887 പിന്നീട് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. 1949 തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ ലയിപ്പിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിക്കുന്നു. അപ്പോൾ തന്നെ 1949 ജൂലൈ 1-നാണ് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചത്. 1949 ജൂലൈ 7-ന് തിരുക്കൊച്ചി ഹൈക്കോടതി സ്ഥാപിക്കുന്നു 1949. പിന്നീട് 1956 കേരള സംസ്ഥാനം രൂപീകരിക്കുന്നു. 1956 തന്നെ ഹൈക്കോടതിയും സ്ഥാപിക്കുന്നു. ആദ്യം ഇത് തുടങ്ങിയ സമയത്ത് മദ്രാസ് ഹൈക്കോടതിയുടെയും അതോടൊപ്പം തിരുക്കൊച്ചി ഹൈക്കോടതിയുടെയും കേസുകളായിരുന്നു ഇവിടെ പരിഗണിച്ചുകൊണ്ടിരുന്നത്. സ്റ്റാർട്ടിംഗ് കാലഘട്ടത്തിൽ കേരള ഹൈക്കോടതി മറൈൻ ഡ്രൈവിൽ നിന്നും ഏകദേശം 1.3 കിലോമീറ്ററും മേനകയിൽ നിന്നും ഏകദേശം 1.1 കിലോമീറ്ററും എറണാകുളത്തു നിന്നും ഏകദേശം 3.4 കിലോമീറ്ററും കലൂരിൽ നിന്നും ഏകദേശം 3.9 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരമെന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.